ഡയറക്റ്റ് മൾട്ടി ക്യാമറ ഷൂട്ട്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ആസ് നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ് എ മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ ഇൻവോൾവ് 2 or more cameras. എങ്ങനെയാണ് മൾട്ടി ക്യാമറ വർക്ക് ചെയ്യുന്നത്? സാധാരണ കേൾക്കും മൾട്ടി എന്ന് പറയുമ്പോൾ ഒന്നിലധികം അല്ലേ, അതിനെക്കുറിച്ചാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് മൾട്ടി ക്യാമറ ഷൂട്ട് ഡയറക്റ്റിംഗ് എ മൾട്ടി ക്യാമറ, നമ്മൾ എങ്ങനെയാണ് മൾട്ടി ക്യാമറ ഷൂട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എ മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് 2 or more cameras. If it is studio shoot, it could involving anywhere between 2 to 6 cameras. സാധാരണ ലൈവ് സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ മ്യൂസിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഡ്രാമ ക്വിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 to 3 ക്യാമറ വെച്ച് ലൈവായിട്ട് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിലിം അവാർഡ് നൈറ്റ്സോ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ചെയ്യുന്നതാണ്. സ്റ്റുഡിയോ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെ ആയാലും മൾട്ടി ക്യാമറ എന്ന് പറയുന്നത് ഒന്നിലധികം ക്യാമറകൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം. ഹൗ ഇഫ് ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡോർ ഈവൻ ലൈക്ക് എ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ മാച്ചസ്. ലൈവായിട്ട് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ദി നമ്പർ ഓഫ് ക്യാമറ കുഡ് ഇൻക്രീസ് അപ് ടു 16-20 ക്യാമറകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇൻ സം കേസസ് ഈവൻ മോർ, വളരെ കൂടിയ അളവിലുള്ള ക്യാമറകൾ ഒത്തിരി വെച്ചിട്ട് 40 വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആണ് ക്രിക്കറ്റിൻ്റെയൊക്കെ. The main character of a multi-camera production is that the product at the end of the product is ready for telecast. എന്ത് പ്രോഗ്രാമായാൽ അത് തീരുമ്പോൾ തന്നെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള കാര്യം അതിനകത്ത് എഡിറ്റ് ചെയ്ത് ചേർക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ലൈവായിട്ട് എഡിറ്റ് ചെയ്ത് തീർക്കാം. അതിന് ലൈവ് ക്യാമറകൾ മാറ്റിയിടുന്ന സ്വിച്ചർ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈവ് ആയിട്ട് എടുക്കുന്നതിന് സ്വിച്ചറുണ്ട്. സ്വിച്ചറിലേക്ക് വരുന്നിട്ട് ആ സ്വിച്ചർ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ക്യാമറ 1 2 3 4 എന്നുള്ള കണക്കിന് എത്ര വലിയ സ്വിച്ചറാകുമ്പോൾ ഒത്തിരി ഉണ്ടാവും. നമ്മുടെ റൂമിലൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡിയോയിലിരിക്കുന്ന മിക്സർ അതിൻ്റെ ഒരു വേറെ ഭാഗമാണ്. അതിനകത്ത് സൗണ്ടാണ് ട്രാക്കുകളൊക്കെ 5 ട്രാക്ക് എടുക്കുന്ന പോലെ ഓരോ വീഡിയോ ഇതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതിൽ സെലക്ട് ചെയ്യുന്നതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം തീരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് മൊത്തത്തിൽ ഒരു ക്യാമറ കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ആർട്ടിസ്റ്റുകളെ അല്ല പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ തന്നെ സ്റ്റമ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും, ചിലർ ബോളിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ വെച്ചിരിക്കുന്ന ക്യാമറകളെല്ലാം ഒരു ഡയറക്ടറുടെ റൂമിൽ നമ്മളിരുന്ന് കണ്ടുകൊണ്ടാണ് ആ എഡിറ്റർ ലൈവായിട്ടുള്ള സാധനങ്ങൾ ഓരോ സ്ക്രീനിൻ്റെ സ്വിച്ച് മാറ്റി മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരും ഔട്ട്. അപ്പം തന്നെ അത് ഓക്കെ എഡിറ്റഡ് ആണ്. അപ്പോൾ മൾട്ടി ക്യാമറ എഡിറ്റിങ് ലൈവായിട്ട് അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. പരസ്യമെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം. ഒരാളിപ്പുറത്ത് നിന്ന് ഗ്രാഫിക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് എഴുതി കാണിക്കാനുള്ള കാര്യങ്ങളും ലൈവായിട്ട് അതവർ ഒരു സ്ക്രീനിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ സ്ക്രീനാണ് നമുക്ക് ആ സ്ക്രീൻ അങ്ങോട്ടേക്ക് മ്യൂസിക് അവിടെ നിന്ന് വേറെ ഒരു എത്തിക്കൊണ്ടുവരും. ചില പരസ്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു സ്ക്രീനെ. പരസ്യത്തിലിട്ടവിടെ ആ പരസ്യം മൂവ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ലൈവായിട്ട് അപ്പം കാണുന്നത്. അത് അപ്പം റെക്കോർഡ് ചെയ്ത് അപ്പം ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്റ്റുഡിയോ പ്രോഗ്രാമിനും ചെയ്യാം, ഔട്ട്ഡോർ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നുള്ളതുകൊണ്ടാണ് അത്. അപ്പോൾ നമ്പർ ഓഫ് ക്യാമറാസ് കുഡ് increase up to the 16, in some cases even more. The main character of multi-camera production is that the product at the end of the production is ready for telecasting. എന്താണോ അത് റെഡിയാണ് ടെലികാസ്റ്റിങ്ങിന്. അപ്പം തന്നെ ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ അത് റെഡിയാണ്. ചെറിയ മിനുക്ക് പണി മാത്രമേ ഉണ്ടാവും.
ഇനി പിന്നത്തേക്ക് വെച്ചിട്ടാണ് പലപ്പോഴും ലൈവൊക്കെ എപ്പോഴും എടുക്കുന്നത് സ്റ്റുഡിയോയ്ക്കകത്ത്. വൈകുന്നേരം കാണിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് കാണിക്കാനുള്ളതൊക്കെ ലൈവ് അന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് പോകും. പിന്നെ പരസ്യമൊക്കെ ചേർത്തെടുക്കുന്ന പരിപാടി മാത്രമേ സ്റ്റുഡിയോകളിലൊക്കെ ഉള്ളൂ. ദെയർ ഈസ് നോ ഓർ വെരി ലിറ്റിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ലെഫ്റ്റ്. ചെറിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചിലപ്പോൾ അതിനകത്തുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ലൈവ് ടെലികാസ്റ്റ്, ദി ക്വസ്റ്റ്യൻ ഓഫ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡസ് നോട്ട് അറൈസ്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് സിംഗിൾ ക്യാമറ ഇപ്പം നമ്മൾ പുറത്തുപോയി ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തപ്പോൾ അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷനാണ് സാധാരണ ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ്റെ സ്റ്റേജ്. പ്രീ പ്രൊഡക്ഷനിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ നോക്കി ആർട്ടിസ്റ്റുകളെ ക്യാമറ എല്ലാം ബുക്ക് ചെയ്തെടുത്തിട്ട് പ്രൊഡക്ഷനിൽ പോയി അത് ചിത്രീകരിച്ചിട്ട് വന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് എഡിറ്റ് ചെയ്ത് ടൈറ്റിലും ഗ്രാഫിക്സും എല്ലാം ചേർത്ത് ആവശ്യത്തിന് പെർഫെക്റ്റ് ആക്കി CD-യോ DVD ആയിട്ടോ അല്ലെങ്കിൽ പുറത്തു വരുന്നതാണ് സാധാരണ പ്രൊഡക്ഷൻ രീതി. അത് മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെ. ഇത് രണ്ടും ഒന്ന് തന്നെ. മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ പഠിച്ചതിനും ഈ മൾട്ടി ക്യാമറ പ്രൊഡക്ഷനും ഒക്കെ സിസ്റ്റം ഒന്നാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മൾട്ടി ക്യാമറ വെച്ച് അറേഞ്ച് ചെയ്ത് ഡയറക്റ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഡ്രാമ ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ നടത്തുന്ന ആ പരിപാടികളൊക്കെ ലൈവാണല്ലോ നമ്മൾ കാണുന്നത്. അവരെ വെച്ചിട്ട് പല പ്രാവശ്യം ഷൂട്ട് ചെയ്താണ് സിനിമ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ ഇൻവോൾവിങ് കോർഡിനേഷൻ ദി action, the talent as well as the many technical operations that go into the capturing the events. അപ്പോൾ ടാലൻസുകളും പെർഫെക്റ്റായ ട്രെയിനിങ്ങും പെർഫെക്റ്റായ ട്രയലും എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് പ്രോഗ്രാമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് കട്ടില്ല. മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും നമ്മൾ ലൈവ് പ്രോഗ്രാമിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിരന്തരം പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. ഓൾദോ ഇഫ് ലുക്ക് ക്വയറ്റ് ടോണിങ് ടു ദി ബിഗിനിങ്, ദി സീക്രട്ട് ലൈസ് ഇൻ മസ്റ്ററിങ് that are with the 2 or more camera. Once proper coordination between and among the camera and the personnel has been mastered, a multi-camera production will seem like child's play. Whatever be the number of cameras and the scale of productions, it must be remembered that principle and concepts discussed in the chapter on visual grammar hold good for multi-camera production. വിഷ്വൽ ഗ്രാമർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലോസപ്പ്, മീഡിയം തൊട്ട് ലോങ് ഷോട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് ആ വിഷ്വൽ ഗ്രാമർ എന്നുള്ളത് അതിലൂടെ പഠിച്ചിട്ടുണ്ട്. ആരെ ഏത് പെർഫോമൻസ് ചെയ്യുമ്പോൾ അയാളുടെ പെർഫോമൻസിനനുസരിച്ച് അത് പകർത്തിയെടുക്കുകയാണത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് മൾട്ടി ക്യാമറ ഡയറക്ടറായിട്ട് നമ്മളിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒന്നിലധികം ക്യാമറയെ മോണിറ്ററിൽ നോക്കി സ്വിച്ചറിലൂടെ പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ്. ഇന്ന് നമ്മൾ മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ നമ്മുടെ പ്രീമിയർ പ്രോയിൽ തന്നെ 3 ക്യാമറയോ 4 ക്യാമറയോ നമ്മൾ ഒരു ആങ്കറിങ് ഷൂട്ട് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ലെയറിലിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ മൾട്ടി ക്യാമറയുടെ ആക്ടിവിറ്റീസ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മൾട്ടി ക്യാമറ എഡിറ്റിംഗ് പ്രീമിയർ പ്രോയുടെ സിസ്റ്റത്തിൽ പഠിക്കേണ്ടതാണ്. അതാണ് മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ പഠിക്കണം. അത് ചില എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ 3 ക്യാമറ പലയിടത്ത് വെക്കുന്നു. ക്ലാപ്പ് ബോർഡ് അടിച്ച് അല്ലെങ്കിൽ ഒന്ന് അഭിനയിക്കുന്ന ആരാണോ അയാളുടെ മുമ്പിൽ ഒന്ന് കൈയടിക്കുക അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് ബോർഡ് അടിച്ചിട്ട് വേണം അത് തുടങ്ങാൻ. എന്നാലേ സൗണ്ട് 3 ക്യാമറയുടെയും കൂടെ ഒരു ലെയറിലാകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സൗണ്ടിൻ്റെ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് അതിന് ആദ്യം തന്നെ ഒരു ടെക്നിക്കുള്ളത് ലൈറ്റിങ്, കളർ കറക്ഷൻ എല്ലാം. ഇപ്പം അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ 180 ഷൂട്ട് ചെയ്യണമെങ്കിൽ എല്ലാം 180 1080 ഷൂട്ട് ചെയ്യണമെങ്കിൽ 1900 ഫുൾ HD എല്ലാം ഫുൾ HD, 4K എല്ലാം 4K, വെറും HD 720 എടുക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ 3 ക്യാമറയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ എളുപ്പമുണ്ട്. കുറച്ച് അതിനകത്ത് മാറ്റിയെടുക്കാനുള്ള സോഴ്സ് ഉണ്ട്. എന്നാൽ പോലും അങ്ങനെ ചെയ്ത് ഒരു ക്ലാപ്പ് ബോർഡ് അടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സൗണ്ട് ചെയ്തിട്ടോ
ആ സൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മീറ്ററിങ് കറക്റ്റ് ചെയ്തതിന് ശേഷം 3 ക്യാമറയും ഒരേപോലെ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ ഇടയ്ക്ക് ഒരു ക്യാമറയും കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് തീരോളം അത് ഒന്നിച്ചിരിക്കും. അതാണ് ലൈവ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രീമിയറിലൊക്കെ ഇട്ടിട്ട് ഈ സ്വിച്ചിങ് പ്രീമിയർ നടത്താം. അതുകൊണ്ട് സ്വിച്ചർ ഇന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ലൈവ് ചെയ്യുന്നിടത്ത് സ്വിച്ചർ വേണം. ലൈവ് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയറിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോകാനും പറ്റും. അങ്ങനെ ആണ് മൾട്ടി ക്യാമറ എഡിറ്റിങ്ങും കൂടെ അറിഞ്ഞിരിക്കണം. അത് സിൻഡോ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടത് മനസ്സിലാക്കി ചെയ്യുക. ഡയറക്റ്റിംഗ് എ മൾട്ടി ക്യാമറ ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി കാണും. പരീക്ഷയ്ക്ക് വന്ന എസ്സേ ആയിട്ട് വരും, എഴുതാൻ കഴിയണം. നോട്ട്സ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് തരാം.